യഹൂദന്മാരുടെ ശത്രുതയ്ക്ക് പാത്രമായി തീരും. പിന്നെ നമ്മുടെ അവസ്ഥ, ഈ കൊട്ടാരവും ഈ ജീവിത സൗകര്യങ്ങളും എല്ലാം നഷ്ടപ്പെട്ടേക്കാം. ഒരു നിരപരാധിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് എന്തിനാ നമുക്ക് ഈ ജീവിത സൗകര്യങ്ങൾ? രാജ്യത്ത് സമാധാനം ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ കർത്തവ്യം. എന്നാൽ കഴിഞ്ഞ കുറെ കാലമായി നമുക്കതിന് കഴിയുന്നില്ല. ഇനിയും യഹൂദന്മാർക്ക് അനിഷ്ടമായ ഒരു തീരുമാനമെടുത്താൽ ഇവിടെ കലാപമുണ്ടാകും. അത് നമ്മുടെ ഭാവിയെ വല്ലാതെ ബാധിക്കും. നിങ്ങൾ എത്രത്തോളം രണ്ട് തോണിയിൽ കാല് വെക്കും? ഞാൻ അദ്ദേഹത്തെ ക്രൂശിപ്പാൻ വിധിച്ചില്ലെങ്കിലും ഈ യഹൂദർ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കൊല്ലുമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു.